ആ ലഹരിക്ക് അത് സംസാരിക്കുകയാണ്. ലഹരി മാഫിയയെ പറ്റി വിവരം കൊടുക്കുന്നു, യുവാക്കളെ ബോധവൽക്കരിക്കുന്നു, അങ്ങനെ ഒരുപാട് കേസുകൾ കൊടുക്കുന്നു. അങ്ങനെ ആ ചെറുപ്പക്കാരനെ ലഹരി മാഫിയയെ പറ്റി കൊടുക്കുന്നു. ഈ അടുത്ത് ഒരു 3-4 മാസം മുമ്പ് സംഭവിച്ച കാര്യം. ഇതിൽ ആ ചെറുപ്പക്കാർ ചെയ്ത പണി എന്താ നന്മല്ലേ? തിന്മയ്ക്കെതിരെ സംസാരിച്ചു. എന്ത് ലഭിച്ചു ഇവിടെ? തിന്മ ലഭിക്കും. അപ്പൊ ആ ചെറുപ്പക്കാരന് ലഭിക്കേണ്ടേ? ഇനി എത്രയോ സംഭവം നമുക്കറിയാവുന്ന ഒരുപാട് അനുഭവങ്ങൾ. ഇപ്പൊ എന്റെ ഒരു വിദ്യാർത്ഥി, ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥി, ഇവൻ ആലുവ പുഴയില്, ഞങ്ങളവിടെ ഭാഗമാക്കി ചെയ്യുമ്പോൾ ആലുവ പുഴയില് പെരിയാറിൽ കുളിക്കാൻ പറഞ്ഞു. 4 പേര് കുളിക്കാൻ കുളിക്കുമ്പോ 3 ആൾ വെള്ളത്തിൽ പോയി. ഇവര് സ്വിമ്മിങ് ആയി. അല്ലാത്ത അറിയാം ശൈലിയില്ല, ചുഴലിപ്പെട്ടിട്ടില്ല. ഈവൻ പ്രോത്സാഹന ചെക്കാനെന്ന് ഈ 3 ആളെ രക്ഷപ്പെട്ടു. അവസാനം 3 ആളെ രക്ഷപ്പെടുത്തി. അവസാനം ഇവന്റെ ഞാൻ ആ സ്ഥലത്ത് അവിടെ ഉണ്ട്, ആ ദിവസം അവിടെ ഉണ്ട്. അങ്ങനെ ഈ കുട്ടി 3 ആളെ രക്ഷപ്പെടുത്തി. ഇതിന് ലഭിക്കുന്ന ഇവിടെ എന്തായിരിക്കും? രാവിലെ ഒരു മെമന്റ് എടുക്കും അല്ലേ? അത് ആരാ വാങ്ങല്? ഉപ്പ വാങ്ങല്, ഉപ്പ വാങ്ങും. അതിനപ്പുറം ഉണ്ടാവട്ടോ സർക്കാർ ചക്രമാണ്. അഥവാ ഇവര് 3 ആളെ രക്ഷപ്പെടുത്തിയ കൂലി ഇവിടെ കിട്ടുന്നുണ്ടോ? ഈ ഉമ്മാക്ക് ഉപ്പ കയറ്റുന്ന മെമന്റ് അറിയും ഇല്ല. അഥവാ ആ ഒരു നന്മക്ക് എന്ത് ലഭിക്കണം? കൂലി ലഭിക്കേണ്ടേ? വേണം. ഇതിനൊരുപോലെ എക്സാമ്പിൾ കേട്ടോ. രക്ഷപ്പെടുത്തിയതും എന്ത് ചെയ്യാ, അങ്ങനെ രക്ഷപ്പെടുത്തിയ മന്തി ആരും മരണപ്പെട്ട എത്രയോ ഉദാഹരണം പേപ്പറിൽ വായിച്ചെടുക്കും. 2 പെൺകുട്ടികളെ റേപ്പ് ചെയ്തപ്പം എന്ത് ചെയ്തു? രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ച വ്യക്തിയെ വിടുവിച്ചു കൊണ്ടിരുന്നു. ഒരു 5-6 വർഷം മുമ്പ്. ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ, എത്രയോ എക്സാമ്പിൾ. അഥവാ നന്മ ചെയ്തവർക്ക് പ്രതിഫലവും തിന്മ ചെയ്തവർക്ക് ശിക്ഷയും ലഭിക്കണമെന്ന് നമ്മൾ തേട്ടമല്ലേ? ഒരു വ്യക്തിയുടെ ഏത് കള്ളന്റെയും തേട്ടമാണ് അല്ലേ? ഇപ്പൊ നല്ലോണം പഠിച്ച കുട്ടിക്ക് A+ കിട്ടണം അല്ലേ? പഠിക്കാത്ത വിദ്യാർത്ഥിന് അത്ര കിട്ടേണ്ടതില്ല. നമ്മളെ ഒരു വിഷയം കേട്ടതല്ലേ? പക്ഷെ ചിലപ്പോ ചില അധ്യാപകർ എന്ത് ചെയ്തു? അത് സ്വാതന്ത്ര്യം ചെലുത്തുകൊണ്ട് അങ്ങനെ മാറ്റിയാൽ നമ്മൾ അത് സ്വീകരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. നമ്മളെല്ലാം പഠിച്ചു, നമുക്ക് 8 A+ കിട്ടും. നമ്മളൊക്കെ ഒട്ടും പഠിക്കാത്ത കുട്ടികൾ എന്ത് ചെയ്യുക? അവന്റെ എന്തോ ഈ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ഫുൾ A+ ആയിട്ട് +1 അഡ്മിഷൻ കിട്ടും. നമുക്ക് അഡ്മിഷൻ കിട്ടിയില്ല. അല്ലേ? അത് നമുക്ക് നമ്മുടെ നീതിയുടെ തേട്ടത്തിന് എതിരാണ്. അഥവാ നന്മ ചെയ്തവർക്ക് പ്രതിഫലവും തിന്മ ചെയ്തവർക്ക് ശിക്ഷയും ലഭിക്കണം. ഇവിടെ അത് സാധ്യമല്ല. ഇനി സാധ്യമാണെങ്കിൽ പോലും ലഭിക്കാവുന്ന ഏറ്റവും ശിക്ഷ എന്തായിരിക്കും? ഒരു തവണ കൊല്ലലായിരിക്കും അല്ലേ? നമുക്കറിയുന്ന ഉദാഹരണങ്ങളാണ്. 100 ആൾ വന്നാലും 1000 ആൾ വന്നത് ഒരു തവണ കൊല്ലാൻ പറ്റുള്ളതാണ് അല്ലേ? അതിന് ഈക്വലാവോ? ഇല്ല. പിന്നെ നമ്മൾ സംശയം എന്താണ്? ഇതെങ്ങനെ സാധ്യമാണ്? അഥവാ ഇത് പരലോകത്തിൽ പൂർണ്ണമായി ലഭിക്കും. ഓരോ അണുമണി തൂക്കം നന്മക്കും തിന്മക്കും എന്ത് ചെയ്യാം? എന്ത് ലഭിക്കും? ശിക്ഷയോ പ്രതിഫലം ലഭിക്കില്ലേ? അവർ ചെയ്തതിന്റെ പ്രതിഫലം പൂർണ്ണമായി കൊടുക്കും. ഒട്ടും അനീതിക്കില്ല, പൂർണ്ണമായി കൊടുക്കും. അത് സംവിധാനം അല്ലാത്തല്ലേ? പറഞ്ഞ ഒമയാമൽ മിസ്കാലത്തിൽ ഹൈറയറ ഒമയാമൽ മിസ്കാലത്തിന് വളരെ ചെറിയ കാണാൻ പറ്റാത്ത ചെറിയ നമ്മളിങ്ങനെ പൊടികളെ വാരി ഈ വാരി വീഴുമ്പോൾ അങ്ങനെ താഴെ വന്ന പൊടികളില്ലേ, അതിനേക്കാൾ ചെറിയ നന്മയാണ് തിന്മയാണ്. ഒരു നന്മ പറഞ്ഞു, ചെറിയ നന്മ പറഞ്ഞു, ഏറ്റവും മൈന്യൂട്ടായ നന്മ പറഞ്ഞു. പുഞ്ചിരിക്ക് വലിയ നന്മയാണ് അല്ലെ? പുഞ്ചിരിക്കല് പരിവൊക്കെ അത്ര ചെറിയ നന്മ തോന്നിയാൽ അതുപോലും അത് കണക്കാക്കും. സംവിധാനമാക്കുന്നുണ്ട് അല്ലേ? മനസ്സിലാൻ പറഞ്ഞല്ലോ എന്താണ്? ഏതോ പാണ്ടുള്ളിൽ നമ്മളെ ബാബു പോയ ഭാഗമായിരുന്നു പാലക്കാട് അല്ലേ?
മൊബൈലിൽ ഒറ്റപ്പോലെ അത്ര വിജനമായ പാറ, അല്ലെങ്കിൽ ഏതോ ഗോളങ്ങളിൽ ചൊവ്വയിലോ അല്ലേ, എവിടെ ചെയ്താലും എത്തി അല്ലാതെ കൊണ്ടുവരുന്നു. എന്തൊക്കെയാണ് റെക്കോർഡിംഗ് എന്നുള്ളത് റബ്ബിന്റെ നിരീക്ഷണം അത് കണ്ടുകൊണ്ടിരുന്നു അല്ലേ. എന്താ പറയാ, യഥാർത്ഥം എന്താ പറയാ, മനസ്സിലെ വസ്വാസം അറിയുന്നുണ്ട്. കണ്ടനാടേക്ക് അടുത്താവുക, ദൂരമല്ല. അനീഫൈനിയെ കരി ഏറ്റവും അടുത്തുണ്ട്. പിന്നെ മലക്കളിലെ എത്ര മലക്കുണ്ട് റെക്കോർഡിംഗ്? ഏത് മലക്ക? രണ്ട് മലക്ക് എപ്പോഴും കൂടെ ഉണ്ട്. ഇത് മലക്ക ഒരു വാക്ക് പോലും പറയില്ല. പിന്നെ നമ്മള് അവയവങ്ങൾ അല്ലെ, ശരീരവും സംഭവവും അവസാനം തുണി പോലും റെക്കോർഡിംഗ് ആണ്. നമ്മുടെ സ്കിന്നില് സെല്ലുകൾക്ക് റെക്കോർഡിംഗ് സിസ്റ്റം ഉണ്ട്. സെല്ല് റെക്കോർഡ് ചെയ്യാൻ. പിന്നെ ഭൂമിയിലെ ഈ ഭൂമി പോലും അതിന്റെ വാർത്തകൾ വിളിച്ചു പറയും. ഇതൊക്കെ ഉണ്ട്. അഥവാ ഏത് തിന്മയാവട്ടെ നന്മയാവട്ടെ എന്ത് ചെയ്യണം, അത് അള്ളാഹ് കൊണ്ടുവരും. അള്ളാഹ് കഴിയും. ആ പൂർണ്ണമായ നീതി ലഭിക്കുന്ന ഇടമാണ് പരലോകം. പിന്നെ സംശയം സംവിധാനിക്കലാണ്. റസൂലിൽ നിൽക്കുമ്പോൾ ഒരു നിരീശ്വരവാദി തന്റെ കബർസ്ഥാനിൽ പോയി ഒരു എല്ല് എടുത്ത് അല്ല മുഹമ്മദ് നിർമ്മിച്ചില്ലേ, ആകെ ലഭിച്ചില്ല, വേറെ ഒന്നുമില്ല, ബാക്ക് ബോൺ മാത്രമേ കാണുന്നുള്ളൂ. ഇതെങ്ങനെ ആര് വീണ്ടും സംവിധാനിക്കും? ഇയാൾ എങ്ങനെ വീണ്ടും ചിന്തിക്കും? കഴിയോ? ഇല്ല, കഴിയോ? ദുരുമ്പിച്ചെല്ലായി മാറി. നമ്മളിപ്പോ ഒരു വീട്ടില് ചത്ത പൂച്ചയെ കുഴിച്ചിട്ടു, ഒരു 2, 3, 4, 5 മാസം മന്തിക്ക് എന്നിട്ടാലും അവിടെ പൂച്ച ഉണ്ടാവും. എല്ലാം തിരിച്ചില്ലേ? ചിലപ്പോ എല്ലാം ഉണ്ടാവും അല്ലെ. ആ എല്ലാം വീണ്ടും എന്ത് ചെയ്യാ, യോജിപ്പിച്ച് ഒരു പൂച്ചയ്ക്ക് മാറ്റാൻ കഴിയോ? സാധ്യമാണോ? ഇല്ല, സാധ്യമല്ല ആണ്. അപ്പൊ അള്ളാഹ് കൊടുത്ത മറുപടി എന്താണ്? അത് ആദ്യം ഉണ്ടാക്കിയ ഓൻ തന്നെ ജീവിപ്പിക്കും. ആ ഒരു മനുഷ്യനെ മരിച്ച് എല്ലാം വിളിച്ച എല്ലാ മനുഷ്യരില്ല. നേരത്തെ ആരായിരുന്നു? ഒരു മനുഷ്യനായിരുന്നല്ലോ. അതുണ്ടാക്കിയതാരാ? അവൻ തന്നെ എന്താവും? ജീവിപ്പിക്കും. വീണ്ടുണ്ടാക്കായി. കൊണ്ടുവരുമോ എന്ന് ചോദിക്കാം. വീണ്ടും കൊണ്ടുവരുമോ? അപ്പൊ അത് ചോദിക്കണ്ടോ? അവനെ അറിയില്ലേ? ഒന്നുമില്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾക്ക് എത്ര വയസ്സായിപ്പോ? എത്ര വയസ്സായി? വിശ്വരല്ലേ? എത്ര വയസ്സായി? 17. നമുക്ക് എത്ര വയസ്സായി? എത്ര വയസ്സായി? 18. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ 100 കൊല്ലം നിങ്ങൾ എവിടെയായിരുന്നു? അല്ലെ ബിഫോർ 200 years, 200 കൊല്ലം നിങ്ങൾ എവിടെയായിരുന്നു? എവിടെയായിരുന്നു? അറിയില്ല. ചില മക്കളെ ഉമ്മന്റെ വള്ളയിലുണ്ടോ? അല്ലേ, ഉമ്മണ്ടോ? വല്യമ്മണ്ടോ? വല്യമ്മന്റെ ഉണ്ടാവും ഇല്ല. 200 കൊല്ലം മുമ്പ് നിങ്ങൾ ഒന്നുമല്ല. എന്തെങ്കിലും പേരുണ്ടാവില്ലേ? ഉമ്മയില്ല, വാപ്പയില്ല, വല്യപ്പന്മാരില്ല. അതിനേക്കാൾ എന്ത് ചെയ്യാ, വല്യപ്പന്റെ വാപ്പ ഉണ്ടാവും അല്ലേ. അങ്ങനെ അല്ലാത്ത കാലത്ത് നിങ്ങളിപ്പോൾ നിങ്ങളായി മാറി. അല്ലേ, ഉണ്ടാക്കിയില്ലേ? ആ കാണുന്ന സ്ഥലത്തൊക്കെ നാളെ 200 കൊല്ലം മുമ്പ് വരും. അവിടെ മക്കളുണ്ടാവാം. ഒന്നുമില്ല. അവിടെ ഈ വീട്ടിലേക്ക് ഒരുപാട് സ്ഥലങ്ങളെ കണ്ടു, കാടൊക്കെ ഉണ്ട് അല്ലേ. അവിടെ ഇപ്പോ ഇന്നൊന്നുമില്ല. ഒരു 200 കൊല്ലം കഴിയുമ്പോ എന്താവും? അവിടെ കുറെ മക്കളുണ്ടാവും. ഇന്നൊന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്ന് അവ നിങ്ങളെ ഉണ്ടാകാൻ കഴിയുമെങ്കിൽ ഒരു പൊടികൾ ഉണ്ടാവുമല്ലോ, ഒരു എല്ലുണ്ടാവുമല്ലോ, അതല്ലേ എളുപ്പം. ക്ലിയറാണോ? അല്ലേ? ഖുർആൻ ചോദിക്കുന്നുണ്ട്, അത് ഭൂമി പുറപ്പെടുത്തി അല്ലാത്ത അറിയാം അല്ലേ. അഥവാ ഭൂമി ഉണ്ടല്ലോ, ആ പൊടിപടലൊക്കെ അല്ലാത്ത അറിയാം.
എവിടെയെങ്കിലും ഉണ്ടാവുമല്ലോ, വലിച്ച് മണ്ണാവുന്നു, ആ മണ്ണിന്റെ അംശത്തിൽ എന്തുണ്ടാവും, എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പൊ അതിൽ നിന്ന് വീണ്ടും ഉണ്ടാക്കാനാണ് എളുപ്പം. ഏതിനേക്കാൾ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്ന് ഒരു മനുഷ്യനെ ഉണ്ടാക്കുന്നതിന് എളുപ്പം എന്താണ്? അല്ലേ? ക്ലിയർ അല്ലേ പറഞ്ഞത്? അതൊന്നും മാത്രമല്ല, മനുഷ്യൻ എങ്ങനെ പഠിച്ചു നമ്മൾ ഉണ്ടാക്കിയല്ലോ. സൂറ അൽ മുഅ്മിനൂൻ സുമ്മ ഖലഖനൽ നുത്ഫത അലഖതൻ ഫഖലഖനൽ അലഖത മുഗാതൻ ഫഖലഖനൽ മുഗാത ഇളാമൻ ഫഖസനൽ ഇളാമ ലഹ്മ സുമ്മ അൻശഅന ഖലഖനാഹ. എന്ത് ചെയ്യാ? ഭ്രൂണമാക്കി മാറ്റി, അവിടെ മാംസകതയാക്കി മാറ്റി, മാംസം എല്ലാക്കി മാറ്റി. ഇങ്ങനെ അഥവാ നമ്മൾ എങ്ങനെ ഉണ്ടായി എന്ന് കൃത്യമായി ഖുർആൻ വരച്ചു കാണിക്കുക. ഏത് കാലത്താണ് പറഞ്ഞത് എന്ന് പറഞ്ഞത് അറിയോ? എംബ്രിയോളജി എന്ന ഒരു ശാസ്ത്രീയ വിഭാഗം ഉണ്ടാവുന്നതിന് 1940-കളിലാണ്. മനുഷ്യ സൃഷ്ടിപരമായിട്ട് കൃത്യമായി വിവരം ലഭിക്കുന്നത് 1940 ശേഷമാണ്. മുറയൊക്കെ തുടങ്ങിയ ആളുകൾ വന്നിട്ട് വിഷയം പഠിക്കുന്നത്. അതിനുമ്പ് 1500 വർഷം പുറം പറയാണ്. എന്താണ്? നിങ്ങൾ ആദ്യം അത് ബീജമായിരുന്നു, അത് രക്തക്കെട്ടയായി മാറ്റി, മാംസപിണ്ഡമാക്കി, ആ മാംസം എല്ലാത്തി മാറ്റി, പിന്നെ ആ എല്ലിനെ മാംസം പൊതിയും. ഇങ്ങനെ മനുഷ്യൻ സൃഷ്ടിപ്പ് കൃത്യമായി വരച്ച് കാണിക്കും. ഏത് കാലത്ത്? എത്രയോ വർഷങ്ങൾക്ക് മുമ്പിലെ എംബ്രിയോളജിക്ക് വരുന്നതിന് എത്രയോ വർഷം മുമ്പ് തന്നെ ആ വിഷയം പറയുന്നുണ്ട്. ഞാൻ ചോദിക്കണം, അപ്പൊ നിങ്ങൾ ഇവിടെ സലാമല്ലേ, നിങ്ങൾ നാളെ രാവിലെ പിന്നെ ട്രിവാൻഡ്രത്തേക്ക് പോകേണ്ടി വരും. ട്രിവാൻഡ്രത്തേക്ക് പോകാം. സപ്പോസ് രാവിലെ എഴുന്നേറ്റ് ബസ് കയറി കോഴിക്കോട് ട്രെയിൻ കയറി, പക്ഷെ ട്രെയിൻ മിസ്സായി, ബസ് മിസ്സായി, ട്രെയിൻ മിസ്സായി. നേരെ എന്ത് ചെയ്തു? പിന്നെ അങ്ങനെ ലേറ്റായി. അടുത്ത ട്രെയിൻ കയറി. അത് ട്രെയിനാണ് നേരെ ട്രിവാൻഡ്രത്തേക്കല്ല, പാലക്കാട് ട്രെയിനാണ്. ഷോപ്പർ ജംഗ്ഷനിൽ ഇറങ്ങി. അങ്ങനെ കുറെ വേറെ ട്രെയിൻ കാത്തു നിൽക്കുമ്പോ ഒരാൾ വന്ന് പേര് പറഞ്ഞു. നമ്മുടെ പേരെന്താ? ഗ്യാസ്. നിങ്ങളുടെ പേര് പറയാണ്. ഒരാൾ ഒട്ടും പരിചയമില്ല, നിങ്ങൾക്ക് ആളെ കണ്ടിട്ടല്ല. ഷൊർണൂരിൽ നിൽക്കുമ്പോ ഒരാൾ വന്ന് നിന്റെ പേര് പറഞ്ഞു. നിങ്ങളെ വീട് സലാമനഗരല്ലേ? അതെ. രാവിലെ ബസ് മിസ്സായി, ട്രെയിൻ മിസ്സായി. നീ ഇവിടെ പഠിക്കുന്ന ഈ സ്ഥലത്തല്ലേ? നിങ്ങൾ അന്തമായിട്ട് നിൽക്കാം, ഒരു പരിചയക്കാളൊന്നും സംസാരിക്കാം. ഉപ്പാക്ക് ജോലി തന്നെ, ഉമ്മക്ക് ജോലി തന്നെ. ഇങ്ങനെ കൃത്യമായി നിങ്ങളെ കുറിച്ച് കൃത്യമായി പറയാം. ആര്? ഈ വ്യക്തി. നീ പഠിക്കുന്നതിലല്ലേ, ഈ ക്ലാസ് പഠിക്കുന്ന ഇത്ര എപ്ലസ് കിട്ടിയില്ലേ, ഒരു നീ അനിയത്തിൽ പോയി തലമുറ കണ്ണിപ്പട കൊട്ടിയില്ലേ അല്ലെ? എങ്ങനെ ഓരോരോ ഇൻസിഡന്റുകൾ ലൈഫിലെ കൃത്യമായി പറഞ്ഞു. ഒരു സ്വന്തം വാക്ക് അങ്ങനെ കഴിയില്ല. ഇങ്ങനെ ഇങ്ങനെ അഥവാ നിങ്ങളുടെ ലൈഫിൽ A to Z മൊത്തം പറഞ്ഞു. എന്നിട്ട് പറയണം, ഇനി മോൾ പോകുമ്പോൾ ട്രെയിനിങ് ശതാബ്ദി ട്രെയിനല്ലേ? അതെ, അതിൽ പോകണം. അതിൽ പോയാൽ തൃശ്ശൂർ വെച്ചത്തെ ആക്സിഡന്റ് ആവും, മറിഞ്ഞു വീഴും. അതിൽ ഒന്നുകിൽ നീ മരണപ്പെടുകയും മാരമായി പരിക്കും എന്നൊരാൾ പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ലേ? ആ ട്രെയിനിൽ പോകും. പിന്നെ എന്ത് പറയും? പോകുമ്പോല്ലേ? ഞാൻ ഇതിന് പിന്നെ തവക്കലും ഈമാനെന്ന് പറയില്ല. നിങ്ങൾ സാമാന്യ ബുദ്ധിക്കാരിൽ പോകുമോ ഇല്ലേ? ആരെ പോകുന്ന ഇല്ല. എന്തുകൊണ്ട് പോകില്ല? എന്താണ്? ഒട്ടും അറിയാത്ത വ്യക്തി നമ്മളെ പറ്റി A to Z പറയാൻ പാടും. ഫുള്ള് പറഞ്ഞു. ഇതൊക്കെ ശരിയാണ്. ഇന്ന് രാവിലെ ബസ് മിസ്സായത് പോലെ ശരിയാണ്. അങ്ങനെ ആകുമ്പോ വരാൻ പോകുന്ന കാര്യം ശരിയാവാം അല്ലേ? 99% സാധ്യതയുണ്ട് അല്ലേ? അതുകൊണ്ട് നമ്മൾ ആരാ ട്രെയിനിൽ കയറി പോകില്ല, ബോധനം തീർക്കില്ല അല്ലേ? ഇതുപോലെ നമ്മൾ വന്ന വഴി ഖുർആൻ കൃത്യമായി വരച്ചു കാട്ടി. നിങ്ങൾ ആദ്യം ആരായിരുന്നു? ലുത്ഫയായിരുന്നു, പിന്നെ അംഷാജായി, അതൊക്കെ ഇങ്ങനെ കൃത്യമായി അങ്ങനെ ഓരോന്നും വന്ന വഴി പറയാം. പിന്നെ അത് പറയാം. തൊട്ടടുത്ത നോക്കൂ, തൊട്ടടുത്ത സ്വത്ത് പിന്നെ ശ്രദ്ധിക്കേണ്ട നോക്കൂ,
നല്ല സൃഷ്ടിയായി ചുമ്മാ ഇന്നേക്കും ബാക്കി നാലിക്കല മയ്യത്തു പിന്നെ നിങ്ങൾ മയ്യത്താവും കേട്ടോ. പിന്നെ നിങ്ങൾ മയ്യത്താവും വന്ന വഴി പറഞ്ഞു പിന്നെ നിങ്ങൾ മയ്യത്താവും അതോ അതുവരെ ഓക്കെ. പിന്നെ എന്താ പറയാണ് അത് മാത്രമല്ല സുമ്മ ഇന്നക്കും യോമൽ ഖിയാമത്തി ബാസു പിന്നെ നിങ്ങൾ വീണ്ടും ജീവിക്കും. അത് വിശ്വസിക്കില്ല. അതുവരെ ശാസ്ത്രം വിശ്വസിക്കാം, നിരീശ്വരത്തെ വിശ്വസിക്കാം, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ എന്ത് ചെയ്യാം, പിന്നെ വീണ്ടും നിങ്ങൾ ജീവിപ്പിക്കുന്നത് വിശ്വാസം അവർ സ്വീകരിക്കുന്നില്ല. ക്ലിയർ ആയി മനസ്സിലായോ? അഥവാ നിങ്ങൾ ട്രെയിൻ മിസ്സായാലൊക്കെ വിശ്വസിച്ച് കൊണ്ടു പോകില്ല. അതുപോലെ തന്നെ എടുത്തു അതിനേക്കാളും ഉണ്ടല്ലേ. അഥവാ എത്രയോ വർഷം മുമ്പാണ് എന്ന് പറഞ്ഞത് വന്ന വഴി പറഞ്ഞല്ലേ കൃത്യമായി വരച്ച് കാണിക്കാൻ. ഇനി പോകുന്ന വഴി പറയുമ്പോൾ എന്ത് ചെയ്യാം, അത് വിശ്വസിക്കാൻ നമ്മൾ തയ്യാറാണ്. നമുക്ക് ചെറിയ ബ്രേക്ക് കേട്ടോ. നമസ്കാരത്തിന് ബ്രേക്കാണ്. എല്ലാവരും പെട്ടെന്ന്